ഇന്നത്തെ ഓൺ ദ സ്പോട്ടിൽ നമ്മോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി കസിൻസിലെ ഒരു കസിൻ എൻ്റെ തൊട്ടടുത്ത് വന്നിരിപ്പുണ്ട്. നമ്മുടെ സ്വന്തം ഇന്ദ്രജിത്തേട്ടനാണ്. ഇന്ദ്രജിത്തേട്ടാ ഹായ്. കസിൻസ് നിറഞ്ഞോടുന്നു അല്ലേ? ഈ കസിൻസിന് വേണ്ടി സത്യമായിട്ട് എനിക്ക് തോന്നി എന്താണെന്നറിയാം, എനിക്കും നിങ്ങളുടെ കൂടുതലൊരു കസിനായിട്ട് കൂടിയൊക്കെ ഉള്ളൊരു ആഗ്രഹം തോന്നിയിരുന്നു. അതൊരു പക്ഷേ അതിൻ്റെ ഒരു ഫൺ എലിമെന്റ് കൊണ്ടായിരിക്കാം. കാരണം ബേസിക്കലി ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ, 2 മണിക്കൂർ എല്ലാത്തരം പ്രേക്ഷകർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല പക്ക കമേഴ്ഷ്യൽ ഫെസ്റ്റിവൽ സിനിമ. അതാണ് കസിൻസ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ എങ്ങനെയൊക്കെ ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യാമോ അതിന് പറ്റിയ എല്ലാ ചേരുവകളും ഉള്ള ഒരു സിനിമയാണ്. ഒരു ലവ് സ്റ്റോറി ഉണ്ട്, കുറച്ച് സസ്പെൻസ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, നല്ല സോങ്സ് ഉണ്ട്, ഡാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറാണ് ഈ സിനിമ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് വർഷങ്ങളായി അങ്ങനെ ഒരു സിനിമ ചെയ്തിട്ട്. എൻ്റെ കഴിഞ്ഞ 2-3 വർഷത്തെ ഒരു കരിയർ സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സീരിയസ് ജനസിൽപ്പെടുന്ന സിനിമകളായിരുന്നു. അപ്പോൾ അതിൽ നിന്നും വേറിട്ട് ഇങ്ങനൊരു വഴിയിലൂടെ വീണ്ടും സഞ്ചരിക്കാം. പണ്ട് ഇങ്ങനെയുള്ള കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഹാപ്പി ഹസ്ബൻഡ്സ് മുതലായ സിനിമകൾ. അത് കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഞങ്ങളെ ഇടയ്ക്കൊന്ന് പറ്റിച്ചു. കാരണം എന്താണെന്ന് അറിയോ, ഇന്ത്യയുടെ പ്രണയിക്കും ഒരു പാട്ടൊക്കെ പാടി ഞങ്ങൾക്ക് ഒരു ഡ്യൂറ്റ് സോങ് ഒക്കെ തരുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ലാസ്റ്റ് വരെ കൊണ്ടൊരു ശരിക്കും പരിചയങ്ങളെ അല്ല, അത് ബേസിക്കലി കസിൻസ് പറഞ്ഞ സിനിമ ഒരു ഇപ്പം അതിൻ്റെ ട്രെയിലറിൽ പറയുന്ന പോലെ തന്നെ ഹൈപ്പർതമേഷ്യ എന്നൊരു രോഗമുണ്ട്. ഈ ഹൈപ്പർതമേഷ്യ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഒരു കാലഘട്ടം മറന്നു പോകുക എന്നുള്ളൊരു അവസ്ഥയാണ് ഈ ഹൈപ്പർതമേഷ്യ. അപ്പോൾ 4 കസിൻസിൽ ഒരാൾ സാമിന് ഈ ഒരു അസുഖം വരികയും അതിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് ആ ഒരു 6 വർഷം സാം എവിടെയൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളിലായിരുന്നു, ഏതൊക്കെ ജനങ്ങളെ കണ്ടുമുട്ടി, ഏതൊക്കെ ആൾക്കാരുമായിട്ട് സമ്പർക്കം പുലർത്തി. അപ്പോൾ അങ്ങനെയുള്ളൊരു യാത്രയിലൂടെ അങ്ങനെയുള്ള ഓർമ്മകൾ വീണ്ടെടുക്കാനുള്ളൊരു ശ്രമമായിട്ടാണ് ഈ 4 കസിൻസും ഈ യാത്ര തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു ട്രാവൽ സിനിമ കൂടിയാണ് കസിൻസ് എന്ന് പറയേണ്ടി വരും. ഓക്കെ, ഈ ഒരു ലൊക്കേഷൻ കാരണം ഇതിലുള്ള 4 മെയിൻ ആക്ടേഴ്സും കോമഡിയുടെ ഉസ്താദുകളാണ് അല്ലേ? സത്യമായിട്ടും 4 പേരും കോമഡിയിൽ ഇടിച്ചിടിച്ച് നിൽക്കും ഒരേ ലെവലിൽ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ലൊക്കേഷനിലൊക്കെ? ഭയങ്കര രസമായിരുന്നിരിക്കുമല്ലോ. ഭയങ്കര രസമായിരുന്നു. കാരണം ഞങ്ങൾ മൊത്തം 76 ഡേയ്സ് സിനിമ ഷൂട്ട് ചെയ്തു. 76 ദിവസം ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഒരുമിച്ചൊരു സിനിമ ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ പലപ്പോഴും ചിലപ്പം പിണങ്ങാനുള്ള സാധ്യതകൾ കൂടുതലാണ്, ഇഷ്യൂസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടാവാതെ ഞങ്ങൾ 4 പേരും തമ്മിൽ ഭയങ്കര ഒരു റാപ്പോ ഉണ്ടായിരുന്നു. ഒരു ട്രാവൽ സിനിമ എന്നതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ട്രാവൽ എക്സ്പീരിയൻസ് കൂടിയായിരുന്നു ഈ സിനിമ. കാരണം 1-2 ലൊക്കേഷൻസ് അല്ല, ഞങ്ങൾ 7 ലൊക്കേഷൻസിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. അത് ബാംഗ്ലൂരിൽ തുടങ്ങി കൊടൈക്കനാൽ, പൊള്ളാച്ചി, പളനി, ആതിരപ്പള്ളി, എറണാകുളം, വാഗമൺ, അങ്ങനെ ഒരുപാട് ലൊക്കേഷൻസിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും സിനിമയിലെ യാത്ര പോലെ തന്നെ ഞങ്ങളും ഷൂട്ടിങ്ങിനായി പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുകയും പല പല ലാൻഡ്സ്കേപ്സിലൂടെ പോവുകയും പലതരം ക്ലൈമറ്റ്സിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ചൂടിലും തണുപ്പിലും എല്ലാം ഒരുപോലെ 4 കസിൻസ്, ഒരേ ഫ്രണ്ട്സ് പോലെ തന്നെ ഈ 76 ദിവസവും ഞങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സാണ്. പിന്നെ എപ്പോഴും ഹ്യൂമർ സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ 3-4 ആർട്ടിസ്റ്റുകൾ നിന്ന് ഒരു ഹ്യൂമർ സീക്വൻസിൽ അഭിനയിക്കുമ്പോൾ ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ളൊരു കംഫർട്ട് കോഷ്യൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സിനിമ ഒരു സീക്വൻസ് എങ്ങനെ ഇംപ്രൂവൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സീൻ നമ്മുടെ അടുത്തുണ്ട് അതെങ്ങനെ നന്നാക്കാം എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് ഒരു ഗിവ് ആൻഡ് ടേക്കിലൂടെ മാത്രമേ ഒരു ഹ്യൂമർ സീക്വൻസ് പൊലിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കെമിസ്ട്രി ഞങ്ങൾ തമ്മിൽ ബാംഗ്ലൂർ തുടങ്ങുമ്പോൾ തൊട്ട് കൊച്ചിയിൽ അവസാനിക്കുന്നത് വരെ ഉണ്ടായിരുന്നു. അത് ഡെഫിനറ്റ്ലി സിനിമയിൽ റിഫ്ലക്ട് ചെയ്യുന്ന തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് നന്നായിട്ട് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. കാരണം പിന്നെ വേറെ കാര്യം വെച്ചാൽ ആ പുഴയിലെ ഒരു സീൻ ഉണ്ടല്ലോ, നിങ്ങൾ ഒന്നുമില്ലാതെ ചാടുന്ന സീൻ. കാരണം അതൊക്കെ കാണുമ്പോൾ നമുക്കും ഇതുപോലെ അബദ്ധങ്ങൾ പണ്ട് ജീവിതത്തിൽ ഒരുപാട് പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ശരിക്കും സിനിമയിൽ കാണുമ്പോൾ ഭയങ്കര രസകരമായി തോന്നുമെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് ഞങ്ങൾ ചെയ്തതാണ്. കാരണം ഒന്നാമത് സ്ഥലം കൊടൈക്കനാലാണ്. നമുക്കറിയാം, ഇപ്പം കൊടൈക്കനാൽ പോലൊരു സ്ഥലത്ത് വെള്ളത്തിന് എത്രത്തോളം തണുപ്പുണ്ടാവും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആരും അവിടെ നിന്നും വെള്ളത്തിൽ ഇറങ്ങാറില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് 4-5 ദിവസം ഞങ്ങൾ വെള്ളത്തിനകത്ത് കിടന്നാണ് ഷൂട്ട് ചെയ്തത്. അപ്പം ഷോട്ട് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇങ്ങനെ വിറക്കിയായിരുന്നു. കാരണം ആ ഒരു അവസ്ഥയിലാണ് ഫുൾ ഷൂട്ട് ചെയ്തത്. പക്ഷേ എന്തായാലും അത് ഭയങ്കര ഒരു ന്യൂ സീക്വൻസ് ആയിരുന്നു. അത് ഭയങ്കരമായിട്ട് ജനങ്ങളെ രസിക്കുന്നുണ്ടെന്നാണ് തിയേറ്ററിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്സ്. പിന്നെ കണ്ണിന് ഭയങ്കര കുളിർമ തോന്നി എന്തിനാണ്. കാരണം അതിൻ്റെ ലൊക്കേഷൻസ്, ആ പാട്ടിൻ്റെ സീനുകൾ, ആ വണ്ടി ഓടിപ്പോകുന്ന സീനുകൾ ഭയങ്കര രസകരമായിട്ട് എവിടെയായിരുന്നു. വിഷ്വലി വളരെ റിച്ച് ആണ് സിനിമ, വിഷ്വലി വളരെ കളർഫുൾ ആണ് സിനിമ. അത് അങ്ങനെ ആവണം എന്ന് തന്നെ ഉദ്ദേശിച്ച് ചെയ്തതുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ലൊക്കേഷൻസിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ കുളത്തിൽ ചാടുന്ന സീക്വൻസ് ഒക്കെ കൊടൈക്കനാലിലാണ് ചിത്രീകരിച്ചത്. പിന്നെ ഞങ്ങൾ വാഗമണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സീക്വൻസും ഇപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യസ്തത, ഇപ്പോൾ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് സിനിമയിൽ വരുന്നത് ഫുൾ സംഭവങ്ങൾ നടക്കുന്നത് ഒരു കർണാടകത്തിലുള്ളൊരു കൊട്ടാരത്തിലാണ്. ഒറിജിനൽ ബാംഗ്ലൂർ പാലസിൽ തന്നെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. പക്ഷേ കുറച്ചൊരു ഫിക്ഷനും ഫാന്റസിയും ഉണ്ട് നമ്മുടെ സിനിമയിൽ. കാരണം ഇവർ ചെന്ന് പെടുന്നൊരു സ്ഥലം
അവിടെ ഇപ്പോഴും രാജഭരണമാണ്. അവിടുത്തെ പ്രജകളും കൊട്ടാരത്തിലുള്ള ആൾക്കാരും അവരൊക്കെ പഴയ ആചാരാനുഷ്ഠാന പ്രകാരം ജീവിക്കുന്ന ഒരു കുടുംബം, ഒരു കൊട്ടാരം, അങ്ങനെയുള്ളൊരു ബാക്ക്ഡ്രോപ്പ് സെക്കൻഡ് ഹാഫിൽ ഈ സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഫാൻറ്റസിയും ഫിക്ഷനും സിനിമയിൽ വരുന്നുണ്ട്. അത് ഒരുപക്ഷെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് രസിക്കാൻ സാധ്യതയുള്ള, കാരണം സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ ടോട്ടലി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതുപോലെയുള്ള, നമ്മൾ കാർട്ടൂൺസിലൊക്കെ കാണുന്ന പോലെയുള്ള കുറേ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന പോലെ ഒരു ഡിഫറെൻറ്റ് ബാക്ക്ഡ്രോപ്പ് ഈ സിനിമയ്ക്ക് സെക്കൻഡ് ഹാഫിലുണ്ട്. പിന്നെ വലിയൊരു ക്യാൻവാസിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സെക്കൻഡ് ഹാഫ് കൊട്ടാരം എന്ന് പറയുമ്പോൾ തന്നെ കൊട്ടാരത്തിലെ ആളുകൾ, അവിടെയുള്ള പ്രജകൾ, നമുക്ക് ഒരു ഫെസ്റ്റിവൽ സോങ് തന്നെ നമ്മുടെ സിനിമയിലുണ്ട്. മലയാളത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് സോങ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ സോങ്ങിന് ശരിക്കും ഒരു കൊട്ടാരത്തിൽ നടക്കുന്ന ഉത്സവത്തിൻ്റെ പ്രതീതി റീക്രിയേറ്റ് ചെയ്യുന്നത് പോലെയാണ് അതിൻ്റെ സെറ്റ് വർക്കും ഒക്കെ ചെയ്തിരുന്നത്. അപ്പോൾ മൊത്തത്തിൽ സിനിമ വലിയൊരു ക്യാൻവാസിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു കംപ്ലീറ്റ്ലി കളർഫുൾ സിനിമയാണ് കസിൻസ്. തീർച്ചയായിട്ടും കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് നല്ല വിഷ്വൽസ് ഈ സിനിമയിലുണ്ട്. ഞാനും അത് ഉറപ്പായിട്ട് തന്നെ പറയാണ്. പിന്നെ എനിക്ക് ഡ്രസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയാം, നിങ്ങളെ പുഴന്നിട്ടൊരു എടുത്തു വന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിട്ടുണ്ട്. ഇലകൾ കൊണ്ട് തുന്നിയൊരു ഡ്രസ്സൊക്കെ ഇട്ട് കോസ്റ്റ്യൂം ഡിസൈനറോടാണ് നന്ദി പറയുന്നത്. ആദിവാസികളിൽ പോലും ഇത്രയും ഭംഗിയായിട്ട് ഇല തുന്നിയ ഡ്രസ്സ് ഇടും തോന്നില്ല. കാരണം അത്രയും രസകരമായ രീതിയിൽ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഭയങ്കര ചിരിപ്പിച്ച് നമ്മളെ കൊല്ലുന്ന രീതിയിലാണ് കസിൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും എന്തിനേടാ, മലയാളികൾ 2 കൈയും നീട്ടി കസിൻസ് സ്വീകരിച്ചു കഴിഞ്ഞു. ഈ കസിൻസിനെ സ്വന്തം കുടുംബത്തിലെ കസിൻസാക്കി അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത് മാത്രമേ ഉള്ളൂ. അതായത് ഒരു ലോകോത്തര സിനിമ, അല്ലെങ്കിൽ ഒരുപാട് ക്രിട്ടിക്കലി നമ്മൾ നോക്കി ക്രിട്ടിസൈസ് ചെയ്യേണ്ട ഒരു സിനിമ എന്നതിനേക്കാൾ ഉപരി ഒരു 2 മണിക്കൂർ എല്ലാത്തരം പ്രേക്ഷകരെയും ചിരിപ്പിക്കുക, എന്റർടൈൻ ചെയ്യുക, നന്നായിട്ട് വിഷ്വലി, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കണ്ണിന് നല്ല കുളിർമയേക്കുക, നല്ല വിഷ്വൽസ്, എൻ്റർടൈനിങ് ആയിട്ടുള്ള കുറേ സീക്വൻസസ്, നല്ല കുറേ സോങ്സ്, ഡാൻസ്, അങ്ങനെയുള്ളൊരു കംപ്ലീറ്റ് ഫെസ്റ്റിവൽ സിനിമയാണ് കസിൻസ് എന്ന ഈ സിനിമയിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചത്. ആ ഉദ്ദേശം ഡെഫിനറ്റ്ലി വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഡാൻസിന്റെ കാര്യം പറയുമ്പോൾ എന്തിനാ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. എന്തായാലും എന്തിനാ സിനിമയെ പറ്റി എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം കസിൻസ് എന്ന ഈ സിനിമ എല്ലാത്തരം പ്രേക്ഷകർക്കും കുട്ടികളോടൊപ്പം തന്നെ തിയേറ്ററിൽ പോയിരുന്ന് കണ്ട് രസിച്ച് ഇഷ്ടപ്പെട്ട് തിരിച്ചു പോകാൻ പറ്റുന്നൊരു സിനിമയാണ്. ഡിസംബർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ഫെസ്റ്റിവൽസിൻ്റെ ഒരു കാലഘട്ടമാണ്. ക്രിസ്മസ്, ന്യൂ ഇയർ, അങ്ങനെ ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സീസണിൽ തിയേറ്ററിൽ പോയിരുന്ന് കണ്ട് ആസ്വദിക്കാവുന്ന ഒരു കംപ്ലീറ്റ് കളർഫുൾ എൻ്റർടൈനറാണ് കസിൻസ് എന്ന സിനിമ. എല്ലാവരും ഈ സിനിമ കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തായാലും ഇന്ദിരയുടെ പടം ഓൾറെഡി എല്ലാവരും കൈനീട്ടി സ്വീകരിച്ചു. ഇനിയും ഇന്ദിരയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് ചിരിപ്പിക്കുന്ന പടങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.